ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കാം കേട്ടോ. ഇപ്പം ഓരോരോ ദിവസങ്ങളും ഓരോരോ ദുരിതങ്ങളിലൂടെയാണ് നമ്മളെ ദിനങ്ങളിങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സേഫായിട്ട് ഇരിക്കുക. അപ്പം പതിവ് പോലെ തന്നെ നമ്മളെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സ്വന്തം ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശ നമ്മളൊരു ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ദോശ എന്ന് പറയുന്നത്. വേറെന്തുമല്ല, ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും രാവിലെ മിക്ക ദിവസങ്ങളിലും ഇത് 2-3 ആയിട്ടെങ്കിലും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പതിവ് പോലെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ദോശയായിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ അരി അരച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കൽ, സാധാ അരിപ്പൊടിയിൽ വെളിച്ചെണ്ണ ഉപ്പിട്ട് സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പം രാവിലത്തെ സമയമൊന്നുമില്ല കേട്ടോ, രാത്രികത്തെ സമയത്തും ഒക്കെ നമുക്ക് വേഗത്തിൽ അങ്ങ് ഒപ്പിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണല്ലോ അത്. ചോറൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ ദോശ അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് അത്യാവശ്യം നല്ലൊരു മഴ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, ഞാൻ എപ്പോൾ വീഡിയോയിൽ പറഞ്ഞാലും അങ്ങനെ മഴ കാണൂല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഇന്നലെ നമ്മൾ പത്തിരിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരി കുറച്ച് കൂടുതലുണ്ടായപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് അതങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതും ദോശയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ അമലും എണീറ്റൊക്കെ വന്നിട്ടോ. ഐബുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ചായ കുടിക്കുക. ഇന്നിപ്പോൾ അമലൂന് സ്കൂളൊക്കെ ഉള്ള ദിവസം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവധി കാര്യങ്ങളൊക്കെ അല്ല, അതിൻ്റെ കുറച്ച് മുന്നായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഓന് അങ്കലവാടിയിൽ 2 ദിവസമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്കലവാടി പറയുന്ന തന്നെ ഒരു ഇഷ്ടക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്കലവാടി എന്ന് പറഞ്ഞാൽ വാതിലൊക്കെ അടച്ചിട്ട് ഓന് ബാക്കിൽ പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ ഓൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതിന് അങ്കലവാടിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കലുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അങ്കലവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. കുറച്ച് സമയമൊക്കെ നമ്മളവൻ്റെ കൂടെ ഇരുന്ന് കൊടുത്താൽ ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കലൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കുറച്ചൊരു മടിയും പ്രയാസമൊക്കെയാണ് കേട്ടോ, കരച്ചിലും ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. ഇന്നിപ്പം കുറച്ചൊരു മഴ ദിവസം തന്നെയാണ്. രാവിലെ തുടങ്ങിയ മഴ ഒരു ഏകദേശം ഒരു രാത്രി സമയം വരെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഞാനും മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയാട്ടോ. ആസ്വദിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ടായിരിക്കും മഴ പെയ്യുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭീതിയാണ്. ഇന്ന് ശരിക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൂടെ പേടിപ്പെടുത്തുന്ന കാറ്റുണ്ട് കേട്ടോ, ഒരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങി നിൽക്കാൻ തന്നെ പേടിയാവും. ഇവിടെ പിന്നെ ഒരുപാട് മരങ്ങളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ കാറ്റിൻ്റെ ഒരു ദൈർഘ്യം അങ്ങനെ അറിയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ പതിവ് പരിപാടികളിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ ചോറും കറികളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തീ കത്തിക്കുകയാണ്. നമ്മൾ മണ്ണെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാട്ടോ തീ കത്തിക്കൽ. അല്ലാതെ ഇപ്പം തണുപ്പും കൂടി ആകുമ്പം കത്തി കിട്ടാനും കുറച്ചൊരു പ്രയാസമാണ്. അപ്പം ഈ ഒരു മേഖലയിൽ ഞാൻ കുറച്ചൊരു പരാജയമാണ് കേട്ടോ. എങ്ങനെ കത്തിച്ചാലും അവസാനം അമ്മൻ്റെ ഒരു കയ്യിൽ സ്പർശിച്ചാൽ അതൊരു പൂർണ്ണഗതിയിലെത്തുള്ളൂ. അങ്ങനെ അമ്മ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അമലൂന് സ്കൂളിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. പൊതുവേ എല്ലാ ദിവസവും മഴ ഉണ്ടെങ്കിലും രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ ഉണ്ടാവില്ല, കുറവാട്ടോ. അതുകൊണ്ട് തന്നെ കുടയൊക്കെ ചൂടിയിട്ട് അപൂർവങ്ങൾ ദിവസങ്ങളിൽ പോയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളിൽ ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കുടയൊന്നും എടുക്കാതെ ഇട്ടോളൂ പോവൽ. അങ്ങനെ ഓളൊക്കെ പോയി കഴിഞ്ഞ് ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടിയിലേക്ക് അങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇന്നത്തെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈവച്ചത് കപ്പയില. ഇന്നിപ്പം പൂളയും ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം അങ്ങനെ കൂട്ടാൻ പോലെ ഉണ്ടാക്കണം, ഉപ്പേരി ആക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊടുവിൽ അവസാനം നമ്മൾ ഉപ്പേരി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി പോലെ അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉപ്പേരി ആകുമ്പോൾ കുറച്ച് സമയമില്ല അങ്ങനെ നിൽക്കേണ്ടി വരും. ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ കൂട്ടാനൊക്കെ ആകുമ്പോൾ വലുതാക്കി അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ വേഗത്തിൽ അതിൻ്റെ പരിപാടികൾ ചെയ്യുമല്ലോ. പക്ഷേ നമ്മൾ ഉപ്പേരി പ്ലാൻ ചെയ്തുണ്ടാക്കി അവസാനം അത് വന്നപ്പോൾ ഒരു കൂട്ടാൻ്റെ രൂപത്തിലോട്ടായിട്ടുണ്ടായിരുന്നു. പൂള ഒന്നായിട്ട് എന്താ പറയുക, വിസിൽ കുറച്ച് കൂടിപ്പോയി. നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം ഒരു 3-4 വിസിൽ അധികമായിട്ട് വന്നപ്പം ഉപ്പേരിൻ്റെ ഇതൊക്കെ പോയിട്ട് കൂട്ടാൻ്റെ ഒരു അവസ്ഥയിൽ അങ്ങ് എത്തിയിട്ടുണ്ടായിന്. അങ്ങനത്തെ പൂളൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇന്നിപ്പോൾ മദ്രസിന് കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഇപ്പം ഞങ്ങൾ 2 പേരും ഇരുന്ന് അങ്ങനെ കുടിക്കുകയാണ്. ഐബു വലിയ ആവേശത്തിൽ കയറി അങ്ങനെ
കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഒറ്റ പ്രാവശ്യം വായിൽ വെച്ചപ്പോൾ തന്നെ അവനക്ക് വലിയൊരു താല്പര്യമില്ല. അവനക്ക് കൂടുതലും ഇങ്ങനെ സേമിയ പായസം അങ്ങനത്തെ പാൽ പായസങ്ങളില്ലേ, പാലിൻ്റെ കളറിലെ വെള്ള പായസങ്ങളാണ് കൂടുതലിഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം കാണിക്കാതെ ഒരു മുറുക്കൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇട്ട് പോയിട്ടോ. അങ്ങനെ ആ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാന്ന് വിചാരിച്ച് വന്നപ്പം ഡൈനിങ് ഹാളിൽ മൊത്തം ടോയ്സൊക്കെ നിരത്തിയിട്ടിട്ടുണ്ടായിന്. ഇതിപ്പോൾ അങ്ങനെ ശീലമായിട്ടോ. ആദ്യത്തിലൊക്കെ നമുക്കിങ്ങനെ എടുത്തേക്കുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നിയാലും ഇപ്പോൾ പിന്നെ നമ്മൾ സ്വന്തം കാര്യമായിട്ട് അങ്ങനെ മാറിയാണ്. ഒരു ദിവസം ഒരു 5-6 തവണ ഇങ്ങനെ ടോയ്സൊക്കെ നിരത്തിയിടും, എടുത്ത് വെക്കും. നമ്മൾ അടിച്ചു വരുന്ന സമയത്തോ തുടക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ ആയിട്ട് മാത്രം കേട്ടോ ഇതൊന്ന് എടുത്തിങ്ങനെ അതിലേക്ക് വെക്കുക. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെയും കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഇതിങ്ങനെ പുറത്ത് വന്നില്ല, ഓൽക്ക് എന്തോ ഒരു സമാധാനക്കേടായിരിക്കുമല്ലോ, ഓൽക്കും അതിലെന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അങ്ങനെ നമ്മളതൊക്കെ റെഡിയാക്കി മൊത്തത്തിലൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ഇതിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നിപ്പം പിന്നെ അതിൻ്റെ കൂടെ പൂള ഉപ്പേരിയാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറുപയർ കറിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറുപയർ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടോ. കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്തെടുത്ത് ഒരുവിധം റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പൂളയില്ലേ, നമ്മളെ ഉപ്പേരി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പൂളയില്ല, അതൊന്ന് വറവിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും പിന്നെ കടുക് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടി ആട്ടോ ചേർത്തെടുത്തിട്ടുണ്ടതിന്. അതൊക്കെ ചേർത്തെടുത്ത് നമ്മളെ പൂള ഏകദേശം ഈ ഒരു കൂട്ടാൻ്റെ പരുവത്തിലായിട്ടോ. നമ്മൾ ഉപ്പേരിയാണ് പ്രതീക്ഷിച്ചതിന് പക്ഷേ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പൂള കൂട്ടാനും കൂടെ റെഡിയാക്കി അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടോ. അപ്പം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പത്തുനിന്ന് ചോറൊക്കെ റെഡിയായി കഴിഞ്ഞ് പിന്നെ മീൻ കറി അങ്ങ് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളുമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം കിട്ട പരിപാടികളാട്ടോ. അത് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അപ്പം അതങ്ങനെയാണല്ലോ, എല്ലാ പണികളും കഴിഞ്ഞ് അവസാനം എങ്ങനെയായാലും ഒരു ക്ലീനിങ് ഉണ്ടാവും. നമ്മളതിൻ്റെ മുന്നേ എങ്ങനെയൊക്കെ കഴുകി വെച്ചാലും അവസാനം തീർക്കൽ പരിപാടികൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ക്ലീനിങ്ങിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്ത് നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഉച്ചയ്ക്ക് എടുത്തിട്ടില്ലേന് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേര സമയത്താണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അമലു സ്കൂളൊക്കെ വിട്ട് വന്ന് ഉള്ള ചായ കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേര സമയത്തും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കളിക്കലുണ്ട് കേട്ടോ. ടോയ്സൊക്കെ എടുത്ത് വെച്ച് രണ്ടുപേരും എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അടുത്തിങ്ങനെ ഇരുന്ന് നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത് കൊണ്ടുവന്നിട്ടോ. ഒരാൾ ഒരു ഐറ്റം ആണെങ്കിലും മറ്റാൾ വേറൊരു ഐറ്റം, ഓരോണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ഐറ്റംസൊക്കെ ചേർക്കുന്ന പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ റെഡിയാക്കിയിരിക്കും കേട്ടോ. നല്ല രസമാണ് നമ്മൾ അടുത്തിരുന്നാലും ഓരോ കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിലേക്ക് ഓൻ്റേതായ ഭാഷയിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റെഡിയായതിൻ്റെ ആവശ്യമുണ്ടോ ഈ മുഖത്ത് അങ്ങനെ കാണുന്നത്? അപ്പം ഓനെന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ പിന്നെ അമ്മലും അതിനേക്കാൾ വലുതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓളും റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ. അപ്പോൾ കളിക്കുന്ന ടോയ്സ് ഇല്ല, അതൊക്കെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെയാണ് ഒരു കുക്ക് ചെയ്യലൊക്കെ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവന്ന് തരിക. അപ്പോൾ നമ്മളിങ്ങനെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കുട്ടികൾക്ക്. അപ്പം ഇതിലും എനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റും പിന്നെ പൊരിയില്ലേ അതും കൂടെ ഒക്കെ വെച്ചിട്ടായിട്ട് ഉണ്ടാക്കില്ല. അമ്മലും അതേപോലെ തന്നെ ഓളെ ടോയ്സിൻ്റെ മേലെ അങ്ങനെയൊക്കെ വെച്ചിട്ടായിട്ട് ഓളും സെറ്റാക്കിയിട്ടുണ്ടതിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ കുട്ടി കുട്ടി വിശേഷങ്ങളെ കാര്യങ്ങളെ ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.